അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 5.5 മാസം പ്രായമുള്ള കുട്ടി മരിച്ചു. പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണമെന്നാണ് പോലീസ് റിപ്പോർട്ട്. 1 മാസത്തിനിടെ രണ്ടാമത്തെ കുട്ടിയാണ് ശിശുക്ഷേമ സമിതിയിൽ മരിക്കുന്നത്. മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ വിധിച്ചു. 1-ാം പ്രതി ഷൈബീൻ അഷ്റഫിന് 13 വർഷം തടവ്, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ 6 വർഷവും 6-ാം പ്രതി നിഷാദിന് 5 വർഷവും 9 മാസവും തടവ് വിധിച്ചു. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. കോഴിക്കോട് ഷഹബാസ് കൊലപാതകത്തിൽ മുഖ്യമന്ത്രിയെ കാണാനൊരുങ്ങി വീട്ടുകാർ. മോനെ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും അതിന് വേണ്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്നും അന്വേഷണം മുന്നോട്ട് പോകുമെന്നും ഉറപ്പുവേണമെന്നും വീട്ടുകാർ. കോഴിക്കോട് താമരശ്ശേരി ഷിബില വധക്കേസിൽ ഗ്രേഡ് SIക്ക് സസ്പെൻഷൻ. യാസിറിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നും അനാസ്ഥ കാണിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. എറണാകുളം കുറുപ്പുംപടിയിൽ പെൺകുട്ടികളെ അമ്മയുടെ സുഹൃത്ത് പീഡിപ്പിച്ച കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അമ്മയും ആൺസുഹൃത്തും ചേർന്ന് കുട്ടികൾക്ക് നിർബന്ധിച്ചു മദ്യം നൽകിയതായി കുട്ടികളുടെ മൊഴി. പീഡന വിവരം മറച്ചുവെച്ചതിന് അമ്മയ്ക്കെതിരെ ചുമത്തിയ കേസിനൊപ്പം കുട്ടികൾക്ക് നിർബന്ധിച്ച് മദ്യം നൽകിയതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം കടുപ്പിക്കാൻ ആശാപ്രവർത്തകർ 24-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടോപവാസം നടത്തും. ആശാപ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക്. സമരം നടത്തുന്നവരിൽ ഒരു ആശാപ്രവർത്തകയുടെ ആരോഗ്യനില കഴിഞ്ഞ ദിവസം വഷളായതിനെ തുടർന്ന് മറ്റൊരു ആശാ സമരം ഏറ്റെടുത്തിരുന്നു. തുടർച്ചയായി 3-ാം ദിവസവും നിരാഹാരം തുടരുന്നവരുടെ ആരോഗ്യനിലയിൽ ആശങ്ക. ആശമാരുടെ സമരമല്ല, മറിച്ച് ജീവിതമാണ് കരകയറേണ്ടതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആശാവർക്കർമാരുടെ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആശമാരെ കണ്ടത് ആത്മാർത്ഥതയോടെയാണെന്നും അത് അവസാനം വരെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, സമരം ചെയ്യുന്ന അംഗനവാടി ജീവനക്കാർ ഉന്നയിക്കുന്ന വേതന വർധനവ് ഉൾപ്പെടെയുള്ളവ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ നടത്താനൊരുങ്ങി കോൺഗ്രസ്. മാർച്ച് 26-ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലും ധർണ നടത്തും. എറണാകുളം AR ക്യാമ്പിൽ വെടിയുണ്ട ചട്ടിയിലിട്ട് പറത്ത സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട്. AR ക്യാമ്പ് കമാൻഡറാണ് അന്വേഷണം നടത്തി സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉദ്യോഗസ്ഥന് അബദ്ധം പറ്റിയതാണെങ്കിലും ഇത് ഗുരുതരമായ വീഴ്ചയാണെന്ന് റിപ്പോർട്ട്. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ ഉത്സവത്തിനിടെ വെടിവെപ്പിൽ യുവാവിന് ഗുരുതര പരിക്ക്. ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാനാണ് പരിക്കേറ്റത്. കഴുത്തിന് വെടിയേറ്റതാണ് വിവരം. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടശ്ശേരി സ്വദേശികളാണ് വെടിയുതിർത്തതെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം പുറത്തെടുത്തു. കലയന്താനിയിലെ ഗോഡൌണിൽ നിന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. കലയന്താനിയിലെ ഗോഡൌണിൽ നിന്ന് മാൻഹോളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ബിജുവിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി ലിഷോയ് പിടിയിൽ. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ലിഷോയെ പിടികൂടിയത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ. കൊലപാതകം റീൽസ് എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന മൊഴി. ഇതോടെ കസ്റ്റഡിയിലെടുത്തവരുടെ എണ്ണം 4 ആയി. കൊച്ചി SRM റോഡിൽ യുവാവിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കാർ കണ്ടെത്തി. ഇടപ്പള്ളിയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. മദ്യപ സംഘത്തിന്റെ വിളയാട്ടം ചോദ്യം ചെയ്തതിനായിരുന്നു കാർ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പന്തളം MC റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം KSRTC ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. റാന്നി അങ്ങാടിക്കൽ സ്വദേശി ലിനുമോളാണ് മരിച്ചത്. അപകടത്തിൽ ഭർത്താവിന് സാരമായി പരിക്കേറ്റു. ബസ് സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുകയാണ്. കൊല്ലം കൂട്ടിക്കിടയിൽ ട്രെയിനിൽ നിന്നും വീണ് അന്യസംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കൂട്ടിക്കിട റെയിൽവേ ക്രോസിന് സമീപത്തായിരുന്നു സംഭവം. കൊല്ലത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് പോയ ട്രെയിനിൽ നിന്നുമാണ് ഇയാൾ വീണത്. ഇരവിപുരം പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആലപ്പുഴ മാന്നാറിൽ വീട്ടിൽ നിന്ന് വിൽപ്പനക്കായി സൂക്ഷിച്ച 5 ലിറ്റർ ചാരായം കണ്ടെത്തി. മാന്നാർ സ്വദേശി അംബുജാക്ഷിയുടെ വീട്ടിൽ നിന്നാണ് ചാരായം പിടികൂടിയത്. സംഭവത്തിൽ അറസ്റ്റിലായ അംബുജാക്ഷിയെ റിമാൻഡ് ചെയ്തു. കാസർഗോട്ട് വിൽപ്പനക്കായി എത്തിച്ച MDMA-യുമായി യുവാവ് പിടിയിൽ. പടന്നക്കാട് സ്വദേശി വിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്ന് എത്തിയ വിഷ്ണുവിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത്. പരിശോധനയിൽ 19 ഗ്രാം MDMA യുവാവിൽ നിന്നും കണ്ടെടുത്തു. കാപ്പ കേസിലെ പ്രതി കൂടിയാണ് വിഷ്ണു.
കൊല്ലത്ത് 50 ഗ്രാം MDMA-യുമായി പിടിയിലായ യുവതിയുടെ സ്വകാര്യ ഭാഗത്തു നിന്ന് വീണ്ടും MDMA കണ്ടെത്തി. മെഡിക്കൽ പരിശോധനയ്ക്കിടെയാണ് സ്വകാര്യ ഭാഗത്തു നിന്നും 40.45 ഗ്രാം MDMA കണ്ടെത്തിയത്. അഞ്ചാലുമൂട് സ്വദേശി അനില രവീന്ദ്രനിൽ നിന്നാണ് ആകെ 90.45 ഗ്രാം MDMA പോലീസ് കണ്ടെത്തിയത്. ബംഗളൂരുവിൽ നിന്നാണ് യുവതി MDMA എത്തിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയതിൽ സ്ഥിരീകരണം. യുവാവിന്റെ വയറ്റിൽ നിന്ന് MDMA കണ്ടെത്തി. അരയൻ ഏറ്റുംചില സ്വദേശി ഫായിസ് കഴിഞ്ഞ ദിവസം MDMA വിഴുങ്ങിയെന്ന സംശയത്തിൽ നടത്തിയ സ്കാനിങ്ങിലാണ് MDMA കണ്ടെത്തിയത്. ഫായിസ് ഇന്നലെയാണ് അറസ്റ്റിലായത്. തൃശൂരിൽ രാസലഹരിയും കഞ്ചാവുമായി പിടികൂടിയ സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട 2 പേർ പിടിയിൽ. മനക്കോട് സ്വദേശി ആൽവിൻ, പുല്ലഴി സ്വദേശി അബിൻ ടോണി എന്നിവരാണ് നെടുമ്പുഴ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത്. കേസിൽ 3 പേരെ പിടികൂടിയത്. ലഹരിയുടെ വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ ലഹരിക്കെതിരെ പ്രാദേശിക സംഘടനകളുടെ പങ്കാളിത്തത്തോടെ 1 വർഷം നീളുന്ന സമഗ്ര പദ്ധതിയുമായി കൊച്ചി സിറ്റി പോലീസ് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനൊപ്പം സ്ഥിരം പ്രതിരോധ സംവിധാനം ഒരുക്കുകയാണ് ലക്ഷ്യം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും പോലീസ് ജീപ്പിന്റെ ചില്ല് തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ പൊയ്യ സ്വദേശി രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം കടപ്ലാമറ്റം വയലായിൽ പോലീസുകാർക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 6 പേർ പിടിയിൽ. 6-അംഗ സംഘം ലഹരി ഉപയോഗിച്ച ശേഷം ബഹളം വെക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസുകാരെയാണ് സംഘം ആക്രമിച്ചത്. തിരുവനന്തപുരം കുറ്റിച്ചലിൽ ലഹരി മാഫിയ സംഘങ്ങൾ വ്യാപാരിയെ ആക്രമിച്ച് 1,62,000 രൂപ കവർന്നു. കുറ്റിച്ചലിൽ പ്രവർത്തിക്കുന്ന അഖില ട്രേഡേഴ്സിന്റെ VN ഓഡിറ്റോറിയത്തിന്റെയും ഉടമ വിശംബരനെയുമാണ് സ്കൂട്ടറിൽ 3-അംഗ സംഘം ആക്രമിച്ച് പണം കവർന്നത്. സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. കോഴിക്കോട് 12 വയസ്സുകാരന് തുണിക്കട ജീവനക്കാരന്റെ മർദ്ദനം. തൊട്ടിൽപ്പാലത്തെ കടയിൽ വസ്ത്രം മാറിയെടുക്കാനെത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ തുണിക്കട ജീവനക്കാരന്റെ യശ്വന്ത് പിടിയിൽ. കോട്ടയം മുണ്ടക്കയം ടൗണിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ. പുലർച്ചെ മുണ്ടക്കയം പൈങ്ങന്നായിൽ സ്കൂളിന് സമീപത്ത് ദേശീയപാത മുറിച്ച് കടന്നു പോകുന്ന പുലിയാണ് പ്രദേശവാസികൾ കണ്ടത്. സ്ഥലത്ത് നിന്ന് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ തിരച്ചിൽ തുടരുന്നു. ഇടുക്കി മൂന്നാറിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട ഒറ്റക്കൊമ്പന് ചികിത്സ ലഭ്യമാകാതെ വനംവകുപ്പ്. കല്ലാർ മാലിന്യ പ്ലാന്റിൽ മറ്റൊരു ആനക്കുട്ടിക്ക് ഒപ്പം എത്തിയ ആന മുടന്തിയാണ് നടക്കുന്നത്. ആന പൂർണ്ണ ആരോഗ്യമാണെന്ന് കഴിഞ്ഞ ദിവസം വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഫെബ്രുവരി ആദ്യവാരമാണ് പടയപ്പയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒറ്റക്കൊമ്പന് പരിക്കേറ്റത്. തൃശൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ 3 പേർ അറസ്റ്റിൽ. തളിക്കുളം സ്വദേശി അബ്ദുൾ കരീമിന്റെ വീട്ടിലാണ് ആക്രമണം നടന്നത്. അബ്ദുൾ കരീമുമായി ഉണ്ടായ വിരോധമാണ് ആക്രമണത്തിന് കാരണം. സംഭവത്തിൽ സൂരജ്, രാഹുൽ, വൈശാഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂരിലെ ഇരട്ട സഹോദരങ്ങൾക്കെതിരെ കാപ്പ ചുമത്തി. മണ്ണൂത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 10ഓളം കേസിൽ ശിക്ഷിക്കപ്പെട്ട മുന്നിക്കര സ്വദേശിയായ ബ്രഹ്മജിത്ത്, വിഷ്ണുജിത്ത് എന്നിവരെയാണ് കാപ്പ ചുമത്തി നിയമ നടപടികൾ സ്വീകരിച്ചത്. 1 വർഷത്തേക്കാണ് കാപ്പ നിയമ നടപടി സ്വീകരിച്ചത്. തൃശൂർ പുതുക്കാട് വ്യാജരേഖകൾ തയ്യാറാക്കി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി റിമാൻഡിൽ. ഒല്ലൂർ സ്വദേശി ഷാരോണിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹന ലോൺ സെറ്റിൽമെന്റ് ചെയ്തു തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് കണ്ണമ്പത്തൂർ സ്വദേശിയിൽ നിന്ന് 2.4 ലക്ഷം രൂപ ഇയാൾക്ക് തട്ടിയെടുത്തത്. തൃശൂർ വരന്തരപ്പള്ളിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം തട്ടിയ 3-അംഗ സംഘം റിമാൻഡിൽ. മണ്ണമ്പേട്ട സ്വദേശി ഷിൻഡോയുടെ പരാതിയിലാണ് മുഹമ്മദ് ഷാഫി, മുഹമ്മദ് റാഫി, അബ്ദുൾ ഗഫൂർ എന്നിവരെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടിയത്. പ്രതികൾ വയനാട്ടിലുണ്ടെന്ന രഹസ്യവിവരത്തിൽ അനുസരിച്ചാണ് പോലീസ് ഇവരെ പിടികൂടിയത്. തൃശൂർ കൊണ്ടാഴി തൃത്തം തളി ശിവപാർവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ വിഷ്ണു ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയത്. കൂടാതെ തൂക്കുവിളക്കും മറ്റും ഉൾപ്പെടെ 50,000 രൂപയുടെ ക്ഷേത്ര സാമഗ്രികൾ മോഷണം പോയതായി ഭാരവാഹികൾ പറയുന്നു. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത്. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വൈദ്യുതി വിതരണ ശൃംഖലയിലുണ്ടായ തകരാറുകൾ കാരണം അടച്ചിട്ട ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളം തുറന്നു. അർദ്ധരാത്രി അടച്ചിട്ടതിന് ശേഷമാണ് വിമാനത്താവളം തുറന്നത്. ലണ്ടനിലെ പ്രധാന വിമാനത്താവളമായ ഹീത്രൂ അടച്ചതോടെ അന്താരാഷ്ട്ര വ്യോമഗതാഗതം പ്രതിസന്ധിയിലായിരുന്നു. വൈദ്യുതി എത്തിക്കുന്ന ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലെ തീപിടുത്തമാണ് ഹീത്രൂവിൽ വൈദ്യുതി തടസ്സത്തിന് കാരണമായത്.
വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടാനുള്ള ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. US-ലെ വിദ്യാഭ്യാസ നിലവാരം പിന്നോട്ട് പോകാൻ കാരണം വകുപ്പാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്കൂളുകളുടെ നടത്തിപ്പിന് ഇനി സ്റ്റേറ്റുകളുടെ ചുമതലയായിരിക്കും. ഉത്തരവ് സംബന്ധിച്ച ബിൽ അവതരിപ്പിക്കുമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഗാസയിലെ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചടക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഉത്തരവ്. തടവിലാക്കപ്പെട്ട ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിലെ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ചൊവ്വാഴ്ച ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ ഗാസയിൽ കരവ്യോമാക്രമണം നടക്കുകയാണ്. ഇതുവരെ 600ഓളം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം. തൃശൂർ കൊടകരയിൽ ശുചീകരണം നടത്തിയ പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചതിന് പിഴ ചുമത്തി കൊടകര പഞ്ചായത്ത്. മാലിന്യത്തിൽ നിന്നും ലഭിച്ച രേഖകൾ അനുസരിച്ചാണ് വ്യാപാര സ്ഥാപനത്തിൽ പിഴ ചുമത്തിയത്. തുടർന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോൺ. കണ്ണൂർ അഴീക്കോട് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കുട്ടികൾക്ക് നീന്തൽ പരിശീലന സർട്ടിഫിക്കറ്റും ക്രിക്കറ്റ് ജേഴ്സിയും വിതരണം ചെയ്തു. ചടങ്ങ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജേഷ് കെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പൊതുസ്ഥല ശുചീകരണം മാലിന്യമുക്ത നവകേരള പരിപാടിയുടെ ഭാഗമായാണ് പഞ്ചായത്ത് തലത്തിൽ പൊതുസ്ഥല ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ അജൈവ മാലിന്യ ശേഖരണം നടക്കുന്നുണ്ട്. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളും പഞ്ചായത്തുകൾ ഏർപ്പെടുത്തുന്നുണ്ടെന്ന് ശുചിത്വ മിഷൻ അറിയിച്ചു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഡോൺ ബോസ്കോ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും സൈറ്റ് വയനാടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. 100ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. സംഗീത വിരുന്നിനും വിവിധ കലാപരിപാടികൾക്കും ശേഷം സ്നേഹവിരുന്നും സമ്മാനദാനവും നടത്തി. EMSS AKG ദിനാചരണത്തിന്റെ ഭാഗമായി CPIM മലപ്പുറം വളാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളമംഗലം മനക്കൽ കുളം ശുചീകരണത്തിന് തുടക്കം കുറിച്ചു. സീറോ വേസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന ശുചീകരണം നാളെയും തുടരും. CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം VP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം മമ്പാട് ഓടായിക്കലിൽ കോഴി വേസ്റ്റുമായി വന്ന ലോറികൾ നാട്ടുകാർ തടഞ്ഞു. കരുക്കാട്ടുമണ്ണയിൽ പ്രവർത്തിക്കുന്ന ബീറ്റൂൺ കമ്പനിയിലേക്കാണ് കോഴി വേസ്റ്റുകൾ കൊണ്ടുവന്നത്. രാത്രിയിൽ 8ഓളം ലോറികളിലാണ് കോഴി വേസ്റ്റുകൾ എത്തിച്ചത്. പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ കമ്പനിയുടെ പ്രവർത്തനം 2 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ നിർദ്ദേശം. തൃശൂരിൽ മാലിന്യമുക്ത നവകേരളം സീറോ വേസ്റ്റ് ക്യാമ്പയിൻ മെഗാ ശുചീകരണ യജ്ഞത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈമൺ തെക്കത്ത് നിർവഹിച്ചു. വർഗീസ് വ്യാപാരി വ്യവസായി സമിതി, ഹരിതകർമ്മസേന, കുടുംബശ്രീ, തൊഴിലുറപ്പ് ആശാവർക്കർമാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കാഞ്ഞാണിയിൽ 24 മണിക്കൂറും സൗജന്യ ആംബുലൻസ് സേവനം നടത്തുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ ആക്സിന്റെ 18ാമത് ബ്രാഞ്ച് കാഞ്ഞാണിയിൽ ആരംഭിച്ചു. ആക്സ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫും ഈ മാസം 23-ന് നടക്കുമെന്ന് ആക്സ് കാഞ്ഞാണി ബ്രാഞ്ച് മെമ്പർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആക്സ് ജനറൽ സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നവീകരിച്ച ജില്ലാ സാമൂഹിക നീതി ഓഫീസിന്റെ ഉദ്ഘാടനം സാമൂഹിക നീതിയും ഉന്നത വിദ്യാഭ്യാസവും വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, MLA-മാരായ എ കുഞ്ഞമ്പു, NA നെല്ലിക്കുന്ന്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിങ്കര SNMI ATM എഞ്ചിനീയറിംഗ് കോളേജിലെ ആന്റി നർക്കോട്ടിക് ക്ലബ്ബ് കർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ P ആത്മറാം അധ്യക്ഷത വഹിച്ച ചടങ്ങ് എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ TM മഞ്ജു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവനന്തപുരം പൂവച്ചൽ കമ്മിറ്റി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കട്ടക്കോട് തങ്കച്ചന്റെ ഭവനത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ ജനകീയ റാലി സംഘടിപ്പിച്ചു. ജനകീയ കമ്മിറ്റി റാലിയിൽ 250ഓളം പേർ പങ്കെടുത്തു. എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിക്കുമെന്നും അത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും തീരുമാനമെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് RT ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് സാന്റോ അടിമാലി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു.
മലപ്പുറം വളാഞ്ചേരിയിൽ മുസ്ലിം ലീഗ് പുറമണ്ണൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നാടൊരുമിക്കാമെന്ന പ്രമേയത്തിൽ ബോധവൽക്കരണവും സമൂഹ നോമ്പും തുറയും സംഘടിപ്പിച്ചു. പുറമണ്ണൂർ സൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി സലീം കരുവമ്പലം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ മണറൂർ ഗ്രാമപഞ്ചായത്ത് വിളർച്ച രോഗബാധിതരായ സ്ത്രീകൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. ICDCSന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 400 പേർക്കാണ് കിറ്റ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെങ്കിടങ്ങിൽ KSKTU മണലൂർ ഏരിയ വനിതാ കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം സിജി മോഹൻദാസ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം PK അരവിന്ദൻ, ഷീല ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അഴീക്കോട് കടലിൽ നിന്ന് അവശനിലയിൽ ലഭിച്ച കടൽ പക്ഷിക്ക് കരയിൽ വിദഗ്ധ ചികിത്സ നൽകി. 35 നോട്ടിക്കൽ മൈൽ അകലെ വലയിടുകയായിരുന്ന വള്ളക്കാർക്കാണ് മാസ്ക്ഡ് ബൂബി എന്ന ഇനത്തിൽപ്പെട്ട പക്ഷിയെ കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പക്ഷിയെ കടലിൽ വിട്ടേക്കുമെന്ന് വനംവകുപ്പിന്റെ റെസ്ക്യൂ. മലപ്പുറം എടവണ്ണ സീതി ഹാജി സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിയമശില്പശാല നടത്തി. പരിപാടി സംഘടിപ്പിച്ചത് എന്റെ വിദ്യാലയം പ്രശാന്ത വിദ്യാലയം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് സ്നേഹ GR ശില്പശാലയ്ക്ക് നേതൃത്വം. കോഴിക്കോട് മുക്കം നഗരസഭാ വയോജനങ്ങൾക്കായുള്ള കട്ടിലുകൾ വിതരണം ചെയ്തു. 54 പട്ടികജാതി ഗുണഭോക്താക്കൾക്കായാണ് ആദ്യഘട്ടത്തിൽ കട്ടിൽ വിതരണം ചെയ്തത്. 66.5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കട്ടിൽ വിതരണം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കൈനക്കരി സെന്റ് മേരീസ് LP സ്കൂളിൽ പഠനോത്സവം പരിപാടി സംഘടിപ്പിച്ചു. ശലഭം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കൈനക്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ കുട്ടികൾ കാവ്യോത്സവം എന്ന പേരിൽ തയ്യാറാക്കിയ കവിത പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മലപ്പുറം എടവണ്ണയിൽ പത്തപ്പിരിയം വായനശാല ഓട്ടോ തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. മുൻവർഷങ്ങളിലും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തിയിരുന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ പങ്കെടുത്തു. തിരുവനന്തപുരം വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ അവതരിപ്പിച്ചു. വിദ്യാഭ്യാസം, കായികം, മൃഗസംരക്ഷണം, വയോജന പദ്ധതികൾ, ബാലസൗഹൃദം, കുടുംബശ്രീ, ആരോഗ്യം, പൊതുമരാമത്ത്, കുടിവെള്ളം, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ പഞ്ചായത്ത് മികച്ച പ്രകടനം നടത്തിയെന്ന് റിപ്പോർട്ട്. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകും.